ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആഫ്റ്റർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, പലപ്പോഴും ഞാൻ വന്ന് പറയുന്ന ഒരു കാര്യമാണ്, കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷം എന്ന് വെച്ചാല് റെഗുലറായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഞാനാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാം, 10ാം ക്ലാസ്സിലെ പരീക്ഷ നടക്കുവാണ്. ഇപ്പോൾ പരീക്ഷ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറെ ദിവസം കൊണ്ടുള്ള അലച്ചിലും ഓട്ടവും ഒക്കെ ആയിരുന്നു. ഇന്നിപ്പം സൺഡേ ആയിട്ട് കൂടി ഇന്ന് ഒരു 3:30 വരെയും കുറച്ച് തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങ് മനസ്സ് വല്ലാണ്ടങ്ങ് എന്താ പറയുന്ന ഒരു ടെൻഷനും കുറച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങള്. അപ്പം ഞാൻ കരുതി ഒന്ന് റിലീഫ് ആകണം, കുറച്ചൊന്ന് സമാധാനം കിട്ടണം. നമ്മളെപ്പോഴും നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്തെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ചിലപ്പോൾ അതിൽ നിന്ന് റിക്കവർ ആകും. അങ്ങനെ കുറെ ടെൻഷന്റെ ഒക്കെ ഇടയ്ക്കൊന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ സ്ഥിരം സ്ഥലത്തേക്കൊന്ന് വരാന്ന്. നമ്മൾ ഈ ഒരു ഭാഗത്തിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ പക്ഷെ ഞാൻ ഓരോ തവണ വരുമ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങളായിരിക്കുമല്ലോ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള കരിങ്ങാലിപ്പിഞ്ചിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ വ്ളോഗോ കാര്യമൊന്നും എടുക്കാനൊന്നും അല്ലെങ്കിലും ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി അങ്ങ് എടുക്കാമെന്ന്. മീൻസ് കുറെ നാളായില്ലേ, എന്നാ പിന്നെ വീഡിയോ ചെയ്യാന്ന് കരുതി. നല്ല തണുത്ത ഒരു കാറ്റടിക്കുന്നുണ്ട്. സാധാരണത്തെ ആ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടേ നിങ്ങളൊന്ന് നോക്കി എന്ത് ഭംഗിയാണ്. സമയം ഇപ്പോ എന്തായാലും ഞാൻ നോക്കട്ടെ. അയ്യോ, സമയം എനിക്ക് തോന്നുന്നു ഒരു 4:30 ആയിട്ടുണ്ട് വൈകിട്ട്. പക്ഷെ ആ ചൂടൊക്കെ കുറഞ്ഞിട്ടേ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നു. മാത്രമല്ല ഇവിടെ റോഡ് സാധാരണഗതിയിൽ നമ്മൾ ഈ സമയത്തൊക്കെ ഇവിടെ വരുമ്പോൾ നല്ല തിരക്ക് വരുന്നതാണ്. നല്ല തിരക്ക്, ആളുകളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കാണുന്നതാണ്. പക്ഷെ ഇന്നെന്തോ ഒഴിഞ്ഞ് ശൂന്യമായിട്ട് കിടക്കുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് തിരക്കുകളും ആളും ബഹളവും ഒന്നും ഇല്ലാതെ ശൂന്യമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വ്ളോഗ് എടുക്കാം എന്ന് കരുതി. അപ്പൊ എന്തായാലും പിന്നെന്തൊക്കെയാ നമുക്ക് പറയാനുള്ള കുറെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. കുറെ നാളായി വീഡിയോ ചെയ്തിട്ടെന്ന് എനിക്ക് തന്നെ അറിയാം. കുറെ പേര് അന്വേഷിക്കുന്നുണ്ട്, വീഡിയോ ഇടാത്ത എന്താന്ന് ചോദിക്കുന്നവരുണ്ട്. മനഃപൂർവ്വമല്ല, കുറേയധികം ഓട്ടത്തിലായിരുന്നു. ഇപ്പൊ നാളെ ഇപ്പൊ എക്സാം ഒക്കെ തുടങ്ങി. ഇനിയിപ്പോ നമ്മുടെ തിരക്കൊന്ന് കുറയും, വെക്കേഷൻ ആവുകയാണ്. അപ്പൊ തിരക്ക് കുറയും. കണ്ടില്ലേ എന്റെ കോലം, നിങ്ങൾ മുട്ടിയൊക്കെ ഇങ്ങനെ ചെലന്നിരിക്കുന്ന കണ്ടില്ലേ? രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുകൂടെ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറാന്ന് കരുതി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് ചുമ്മാതെ ഇങ്ങനെ പാടവരമ്പത്തൂടൊക്കെ ഒന്ന് നടന്ന് അതിൻ്റെയൊക്കെ വ്ളോഗ് എടുത്തിട്ട് പോവാം. എന്താ, ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മാലിന്യം വലിച്ചെറിയരുത്, ലംഘിച്ചാൽ 5000 രൂപ പിഴ. ബോർഡ് വെച്ചേക്കുന്നത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ദേ, മാലിന്യമൊന്നുമില്ല, പക്ഷെ അതിനകത്ത് നിറച്ചും പ്ലാസ്റ്റിക് കുപ്പിയാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മളങ്ങനെ ആണല്ലോ, നിയമങ്ങൾ എഴുതി വെച്ചാൽ അത് നമ്മൾ പാലിക്കപ്പെടത്തില്ല എന്നാണല്ലോ അല്ലേ. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. നേരത്തെ ഇവിടെ കൊട്ടവഞ്ചി സർവീസ് ഉണ്ടായിരുന്നേ, ഇപ്പൊ അതൊന്നും ഇവിടെ കാണുന്നില്ല. എവിടെ പോയി? ഞാൻ കുറെ നാൾ ഇവിടോട്ട് വരാതിരുന്നപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഞാൻ കുറെ നാളായി ഇവിടോട്ട് വന്നിട്ട്, പക്ഷേ ഇനി ആരോടെങ്കിലും തിരക്കിയെങ്കിലേ അറിയത്തുള്ളൂ. ഇവിടെ കൊട്ടവഞ്ചി സർവീസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫസ്റ്റ് വ്ളോഗിനകത്തിൽ അത് ഞാൻ കൊട്ടവഞ്ചി കയറുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോ അത് പിൻ ചെയ്ത് വെക്കുകയോ എല്ലാം ചെയ്യാം. പക്ഷെ ഇപ്പൊ ഇവിടെ അതൊന്നും കാണുന്നില്ല. ഇവിടെ ഒന്നുമില്ല. എവിടെ പോയി എല്ലാം എനിക്ക് അറിഞ്ഞൂടാ. ആരോടെ തിരക്കുന്നേ? ഇവിടെ ഒരു മനുഷ്യരെയും കാണുന്നില്ല. ഇനി ഇവിടോട്ട് വരുന്നതൊക്കെ നിർത്തി വെച്ചതാണോ, അത് ഇനി ഇവിടെ വല്ല പണിയാണോ, ഒന്നും അറിഞ്ഞൂടാ എനിക്ക്. ഇവിടെ വന്നിട്ട് ഇപ്പൊ ആരെയും കാണുന്നില്ല. മറ്റേ ഇവിടെ ഒക്കെ നിറച്ച ആളാണെന്നേ. മാത്രമല്ല, ആളിന്റെ തന്നെ അല്ല, ഇവിടെ ഈ പായലെല്ലാം കയറി കിടക്കുന്നു ഇപ്പൊ വെള്ളത്തിൽ. മറ്റേ അങ്ങനൊന്നും ഇല്ല. ഇവിടെ കൊട്ടവഞ്ചി ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ കയാക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ കാണുന്നില്ല. എവിടെ പ്രത്യക്ഷമായി പോയി ആർക്കറിയാം അല്ലേ. നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. ആരോടെങ്കിലും വെച്ചാൽ ഇവിടെ ആരെയും അധികം ഞാൻ കാണുന്നില്ല. പിന്നെ ആരോടെങ്കിലും ചോദിക്കാന്ന് ഉദ്ദേശിച്ചത്, ഞാൻ ഇവിടെ ഇരിക്കട്ടെ, ആരോടെങ്കിലും ചോദിക്കാന്ന് ഉദ്ദേശിച്ചത്, നമുക്ക് എൻ്റെ ഒരു കസിൻ്റെ വീട് ഇതിനടുത്തായിട്ടുണ്ട്, എടപ്പോണ്. ഞാൻ അവളോട് വിളിച്ച് ചോദിക്കാം. അല്ലാണ്ട് എനിക്കിതിൻ്റെ ഒരു ഓപ്ഷനും ഇല്ല. അറിയാൻ ആരെയും കാണുന്നില്ല ഇവിടെ. കുറച്ച് പിള്ളേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. സാധാരണഗതിയിലുള്ള അത്ര ആളവിടെ ഇല്ലേം താനും. പക്ഷേ ഇവിടോട്ട് വന്നാല് വൈകുന്നേരത്ത് ഇങ്ങനെ ഒന്ന് നടന്നു പോകാനെ കൊണ്ടും ഇതേ ബാക്ക് സൈഡ് നോക്കി നിങ്ങൾ, നല്ലതാണ്. നല്ലൊരു സമാധാനം കിട്ടും നമുക്ക്. എനിക്കല്ലെങ്കിലും ഉണ്ടല്ലോ, ഇങ്ങനെ കുറച്ച് ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഇതുപോലെ ഭംഗിയുള്ളൊരു സ്ഥലത്ത് വന്ന് നിന്നാലോ, അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ നിറയെ കണ്ടാലോ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, മുടി പോയി വെട്ടിയാലോ ഒക്കെ എനിക്ക് സന്തോഷം വരാറുണ്ട്. സോ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്ത മാർഗ്ഗം ഇതാണ്, ഇങ്ങോട്ട് വരുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ ഒന്ന് ഹെയർ കട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരുങ്ങുന്ന കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് സാധാരണ ചെയ്യല്. എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒച്ചയൊക്കെ അടച്ചിരിക്കുകയാണ്, അതാണ്. എനിക്കിവിടെ കണ്ടപ്പോഴേ നമ്മുടെ കൊല്ലമൊക്കെ ഓർമ്മ വരുന്നു. ഈ മൺട്രോത്തുരുത്ത്
ആ ഭാഗമൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ കായലൊക്കെ ഇങ്ങനെ വിശാലമായിട്ട് പരന്ന് കിടക്കത്തില്ലേ, അങ്ങനത്തെ ഒരു ഫീല്. പക്ഷെ ഇത് കായലല്ല കേട്ടോ ഗൈസ്, ഇത് പുഞ്ചയാണ്, നമ്മുടെ കരിങ്ങാലി പുഞ്ച. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്ര ശാന്തത ഇന്ന് അനുഭവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എന്താ രസല്ലേ. മറ്റേ സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്ക് ഒരു ഫീല് ഇങ്ങനെ കാണുമ്പോ എന്താ രസം കാണാന്. അയ്യ, നല്ല കാറ്റുണ്ട്, നല്ല ചെറിയ കാറ്റ്, ഭംഗിയുണ്ട് കാണാനൊക്കെ. നല്ല സുഖമുണ്ട് കേട്ടോ, നല്ല അടിപൊളി കാറ്റ്. തണുത്ത ഒരു ചെറിയ തണുപ്പുണ്ട് കാറ്റിന്. മഴ പെയ്യാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, മഴക്കോളുണ്ട്. പക്ഷെ ഇപ്പം ചൂടല്ലേ, അപ്പം ഇടയ്ക്കൊരു മഴ പെയ്യുന്നത് നല്ലതാണ്, അതുപോലെ ചൂടാണ്. അപ്പം മഴ പെയ്യാൻ സാധ്യത കാണിക്കുന്നുണ്ട്, ആകാശത്ത് കാറും ഉണ്ട്. അപ്പോൾ സാധാരണ നേരത്തെ ഞാൻ ഇതുപോലെ ഇവിടെ വന്നിട്ടുള്ള സമയത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, മഴ പെയ്തിട്ടുണ്ട്. അപ്പം നനഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഓടിപ്പോയിട്ടുമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മിക്കപ്പോഴും ഇവിടെ വരുന്ന സമയത്തല്ലേ ഇത് സംഭവിക്കാറുണ്ട്. ഇന്ന് മഴയുടെ കാറ് ആകാശത്തുണ്ട്, മഴയുടെ കാറല്ല, മഴക്കാറ് അത് ആകാശത്തുണ്ട്. പറഞ്ഞു തരുമ്പോൾ അങ്ങനെയൊക്കെ ആയി പോകുന്നതാണ്. എനിക്ക് കുറെ ദിവസം കൊണ്ട് എടുക്കാത്തതിന്റെ എന്തൊക്കെയോ വെപ്രാളം ഉണ്ട് വീഡിയോ എടുക്കാത്ത. ഇതാ നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന വിഷയമില്ല. നമുക്കൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും. അവിടെ ഒരു 2 ചൂണ്ടക്കാര് ചൂണ്ടയിടുന്നുണ്ട്. നമുക്ക് ആ ഭാഗം വരെ പോയിട്ട് തിരിച്ചാല് കാണാൻ പറ്റുന്നില്ലല്ലേ. എന്തിച്ചൂടി വാ തുറന്നത് എടുക്കാത്ത. എനിക്കിവിടെ കണ്ടപ്പോഴേ നമ്മുടെ കൊല്ലമൊക്കെ ഓർമ്മ വരുന്നു, ഈ മൺട്രോത്തുരുത്ത് ആ ഭാഗമൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ കായലൊക്കെ ഇങ്ങനെ വിശാലമായിട്ട് പരന്ന് കിടക്കത്തില്ലേ, അങ്ങനത്തെ ഒരു ഫീല്. പക്ഷെ ഇത് കായലല്ല കേട്ടോ ഗൈസ്, ഇത് പുഞ്ചയാണ്, നമ്മുടെ കരിങ്ങാലി പുഞ്ച. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്ര ശാന്തത ഇന്ന് അനുഭവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എന്താ രസല്ലേ. മറ്റേ സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്ക് ഒരു ഫീല് ഇങ്ങനെ കാണുമ്പോ എന്താ രസം കാണാന്. അയ്യ, നല്ല കാറ്റുണ്ട്, നല്ല ചെറിയ കാറ്റ്, ഭംഗിയുണ്ട് കാണാനൊക്കെ. നല്ല സുഖമുണ്ട് കേട്ടോ, നല്ല അടിപൊളി കാറ്റ്. തണുത്ത ഒരു ചെറിയ തണുപ്പുണ്ട് കാറ്റിന്. മഴ പെയ്യാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, മഴക്കോളുണ്ട്. പക്ഷെ ഇപ്പം ചൂടല്ലേ, അപ്പം ഇടയ്ക്കൊരു മഴ പെയ്യുന്നത് നല്ലതാണ്, അതുപോലെ ചൂടാണ്. അപ്പം മഴ പെയ്യാൻ സാധ്യത കാണിക്കുന്നുണ്ട്, ആകാശത്ത് കാറും ഉണ്ട്. അപ്പോൾ സാധാരണ നേരത്തെ ഞാൻ ഇതുപോലെ ഇവിടെ വന്നിട്ടുള്ള സമയത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, മഴ പെയ്തിട്ടുണ്ട്. അപ്പം നനഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഓടിപ്പോയിട്ടുമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മിക്കപ്പോഴും ഇവിടെ വരുന്ന സമയത്തല്ലേ ഇത് സംഭവിക്കാറുണ്ട്. ഇന്ന് മഴയുടെ കാറ് ആകാശത്തുണ്ട്, മഴയുടെ കാറല്ല, മഴക്കാറ് അത് ആകാശത്തുണ്ട്. പറഞ്ഞു തരുമ്പോൾ അങ്ങനെയൊക്കെ ആയി പോകുന്നതാണ്. എനിക്ക് കുറെ ദിവസം കൊണ്ട് എടുക്കാത്തതിന്റെ എന്തൊക്കെയോ വെപ്രാളം ഉണ്ട് വീഡിയോ എടുക്കാത്ത. ഇതാ നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന വിഷയമില്ല. നമുക്കൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും. അവിടെ ഒരു 2 ചൂണ്ടക്കാര് ചൂണ്ടയിടുന്നുണ്ട്. നമുക്ക് ആ ഭാഗം വരെ പോയിട്ട് തിരിച്ചാല് കാണാൻ പറ്റുന്നില്ലല്ലേ. എന്തിച്ചൂടി വാ തുറന്നത് എടുക്കാത്ത. ഗൈസ്, ഇവിടെ വല കെട്ടിട്ടുണ്ട്. ഇതിനകത്തില് അയ്യോ കരിമീന് വേണ്ടടി, വേണ്ടേ, അവര് പിടിച്ചതാ. കണ്ട് പിടയ്ക്കുന്ന കരിമീൻ 2 ഉള്ളു കേട്ടാ. പക്ഷെങ്കിൽ കരിമീനും ചൂരയോ അയലയോ പൊടി അത് ഇവിടെ കാണുകൂടി പൊട്ടി പുഞ്ചയല്ല എങ്ങനെയാണ് ഇത് കരിമീന്. അയ്യോ, നിങ്ങളിപ്പോ പിടിച്ചതല്ലേ?
ഇല്ലില്ല. അതാണല്ലോ പിന്നെ എങ്ങനെയാ ഇതിപ്പോ പോയോ? ചത്തോ? പിടയ്ക്കുന്നുണ്ടല്ലേ? വീഡിയോ യൂട്യൂബിലിടും ഞാൻ. നമ്മൾ അവിടെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ അവിടെ 2-3 ചേട്ടന്മാർ നിപ്പുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ എന്ത് പറ്റി, ഇവിടെ ഇപ്പൊ എന്താ പറ്റിയേ, ഇവിടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊട്ടവഞ്ചി സർവീസ് താൽക്കാലികമായിട്ട് നിർത്തി വച്ചിരിക്കുകയാണ്. എന്തോ നെൽകൃഷി തുടങ്ങിയിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയോ കാരണത്താൽ അത് നിർത്തി. നെൽകൃഷി തുടങ്ങിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അവരുടെ വീട് ഇതിനടുത്തൊക്കെ തന്നെയാണ്. പറഞ്ഞു വന്നപ്പോൾ കുറച്ചൊക്കെ പരിചയമുള്ളവരുമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സംസാരിച്ചു. പിന്നെ നമുക്ക് വായിൽ നാക്കാണല്ലോ കിടക്കുന്നേ, അതുകൊണ്ട് പിന്നെ എവിടെ ചെന്നാലും ആരും പിടിച്ചോണ്ട് പോതില്ല, നാക്കുള്ളതുകൊണ്ട്. അപ്പൊ അവരോട് വർത്താനൊക്കെ പറഞ്ഞു. അപ്പൊ അവര് ഏത് വ്ളോഗാണ്, ഏത് ചാനലാണ്, അങ്ങനെയൊക്കെ കുറച്ച് ചോദിച്ചു. അവര് കുറച്ച് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും മീൻ പിടിക്കുന്നത് ഇപ്പം പ്രശ്നമാണ്, പക്ഷെ ഞാനത് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. കരിമീനെ നമ്മൾ കണ്ടു. പിന്നെന്താണ്, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ അപ്പുറത്തൊരു സൈഡിലോട്ട് പോവാണ്. സത്യത്തില് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, വ്ളോഗ് എടുക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലേ? ശരിയാണ്. സത്യത്തിൽ ഇവളെന്നോട് പറഞ്ഞതാണ് വന്നപ്പോൾ എടുത്തു തുടങ്ങാം. അപ്പം ഞാൻ പറഞ്ഞു കുറേ ദിവസം ഇട്ടിട്ട് എനിക്ക് അതുകൊണ്ടൊരു മടിയുണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷെ എടുത്തു തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും പഴയ ഫോമിലായി. ആക്ച്വലി എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യം എനിക്ക് തോന്നി ഇതാണെന്ന് തോന്നുന്നു. കാറ്റടി, ഞാൻ മുടി അഴിച്ചിട്ടതാ കേട്ടോ മനഃപൂർവ്വം. എന്താണെന്നറിയോ, ഇവിടുത്തെ കാറ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, കാറ്റടിക്കുമ്പോൾ ഈ മുടി പറക്കുന്നുണ്ട് നന്നായിട്ട്. പിന്നെന്തുവാ, നമുക്ക് അപ്പുറത്തെ സൈഡിലൂടെ പോകാം. അവരവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ചാനലിന്റെ പേര് ചോദിച്ചു. അപ്പം ഞാൻ ചാനലിന്റെ പേര് പറഞ്ഞു കൊടുത്തു, കെയോസ് ചിന്നു എന്നാണ്. അപ്പോൾ അവർക്ക് ആദ്യം വിചാരിച്ചു വേറെന്തോ, പലരും അങ്ങനൊരു കാര്യം പറയാറുണ്ട്. കെയോസ് എന്ന് പറയുമ്പം പലരും കെ ആണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ കെ അല്ല, CHAOS, കെയോസ് ചിന്നു. അപ്പം ഞാൻ അവർക്ക് എന്തുകൊണ്ട് ആ പേര് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരല്പം കുഴപ്പം പിടിച്ച ആളാണ്. കുഴപ്പം എന്നാണ് കെയോസ് എന്ന വാക്കിന്റെ പല അർത്ഥമുണ്ട്. അതിൽ കെയോസ് എന്ന വാക്കിന്റെ ഒരു മീനിങ് കുഴപ്പം എന്നാണ്. അല്പസ്വല്പം കുഴപ്പമുണ്ടല്ലോ, അല്പസ്വല്പം വട്ടൊക്കെ എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ അത് അംഗീകരിച്ചു. അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇനിയിപ്പോൾ ആരിൽ എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഞാനതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മളിനി ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ അപ്പുറത്തെ സൈഡ് ഇപ്പം ഒരു 3-4 പേര് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. മുമ്പേ ആരും ഇല്ലായിരുന്നു, ഇപ്പൊ ഒരു 3-5 പേര് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അതിനകത്ത് കപ്പിൾസ് ഒക്കെ ഉണ്ട്. വീട്ടുകാരും അറിയാതൊക്കെ വന്നിരിക്കുന്നതാണെങ്കിൽ എന്നെ അവർ തെറി വിളിക്കും ഞാൻ വീഡിയോയിൽ എടുത്താൽ. എങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, ശരിക്കും അപ്പൊ കുറെ പേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഫാമിലീസൊക്കെ കൊച്ചു കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിള്ളേരെ പറ്റിക്കാൻ പറ്റുന്ന സ്ഥലമാണിത് കേട്ടോ. ഗൈസ്, നമ്മളൊരു വലിയ വീഡിയോ എടുക്കാനോ അല്ലെ ഒരു വ്ളോഗായിട്ട് എടുക്കാനോ ഒന്നുമല്ല നമ്മൾ വന്നേ. വൈകുന്നേരം വരെ ജോലി സ്ഥലത്തുനിന്ന് വന്നിട്ട് കുറച്ച് പ്രഷറും നാളത്തെ പിള്ളേരുടെ പരീക്ഷ തുടങ്ങുന്നതിന്റെ കുറച്ച് ടെൻഷനും ഇവന്മാരൊക്കെ എന്ത് പോയി എഴുതി വെക്കുമെന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷനും ഒക്കെ ഉണ്ട്. അപ്പൊ കുറച്ചൊരു സമാധാനം വേണം, അതിനുവേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ കുറെ നാളായാലും എടുത്തിട്ട് എന്നാ പിന്നൊന്ന് വ്ളോഗ് ആക്കാന്ന് വെച്ചിട്ട് എടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വീഡിയോ അല്ല, ഷോർട്ട് വീഡിയോ ആണ്. മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ള അല്ലെ നമ്മുടെ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു സ്ഥലവുമാണ്. അപ്പൊ അതൊരു ആവർത്തന ഇതായിട്ട് കാണണ്ട. പക്ഷെ എങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു സൗന്ദര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വന്നൊരു 10 മിനിറ്റ് നിന്നാൽ നമ്മുടെ ഉള്ളിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്റെ ഒരു തോട്ടാണ്, ഞാൻ ചെയ്യുന്ന കാര്യമാണ്. എല്ലാവരുടെയും സന്തോഷം ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അവിടെ കുറച്ച് ആളുകൾ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് റോഡിലൊക്കെ അത്യാവശ്യം. നമ്മളിപ്പോ എന്തായാലും പോവാണ് ഇവിടുന്ന്. എന്റെ കൈ കഴിക്കുന്നു, ഞാൻ ഈ സെൽഫി സ്റ്റിക്ക് ഒന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മളിപ്പോ എന്തായാലും പോവാണ് ഇവിടുന്ന്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഒത്തിരിയും ദിവസമായില്ലേ കണ്ടിട്ട്, കുറേ ദിവസമായില്ലേ നിങ്ങൾ എന്നെ കണ്ടിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു വ്ളോഗ്, പിന്നെ എടുത്തു വെച്ച കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്ത് വരാനുണ്ട്. നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സ്റ്റാഫിന്റെ ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് വാഗമണ്ണൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഷോർട്സുകളൊക്കെ ഞാൻ അതിന്റെ ഇടയ്ക്ക് ടൈം കിട്ടിയപ്പോൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും ഞാനത് വീഡിയോ ആയിട്ട് ഇടും, അപ്ലോഡ് ചെയ്യും. ടൈം കഴിഞ്ഞെങ്കിലും അത് ഇടും. കുറച്ച് താമസങ്ങൾ വന്നു, അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്തിട്ടിടും. അപ്പോ ഞാൻ അവിടെ നോക്കിയപ്പോ ഈ കിടക്കുന്ന അതെന്തോ ഒരു കുഴല് പോലെ കിടക്കുന്ന സാധനം, ഇരുമ്പിന്റെ ആണെന്ന് തോന്നുന്നു. അതിന്റെ മണ്ടയ്ക്കൊരു കിളി ഇരിക്കുന്നതുണ്ടായിരുന്നു ഒറ്റയ്ക്ക്. ദൂരം നിന്നപ്പോൾ അതിനൊരു ഭംഗി തോന്നി. അതിന് ഞാൻ ഇങ്ങോട്ടിങ്ങ് പോരുന്നതാണ്.
അങ്ങേ സൈഡില് കാണിച്ചു തരാം. ആ ഭാഗത്ത് സൈഡിലായിട്ട് കുറച്ച് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ചെറിയ ഗ്രൗണ്ടൊന്നും അല്ല, ഒരു സൈഡ് പോലെ ഉണ്ട്. അവിടെ ഇങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അവിടെ കിടന്ന് അവർ ഓടുന്നൊക്കെ ചാടുന്നൊക്കെ ഉണ്ട്. അപ്പം ഇതിന്റെ അങ്ങേ സൈഡില് ആ ഭാഗത്ത് അമ്പലമുണ്ട്. കാരണം അവിടുന്ന് നമുക്ക് മൈക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്, പാട്ട്. അപ്പം ആ ഒരു ഭാഗത്ത്, ഇതിന്റെ തൊട്ട് ആ ഭാഗത്ത് തന്നെയാണ് പാറ്റൂർ കോളേജൊക്കെ സ്ഥിതി ചെയ്യുന്നതൊക്കെ. സോ മനോഹരമായ നമ്മുടെ കരിങ്ങാലി പുഞ്ചയിലെ ഒരു വൈകുന്നേരം, ഒരുപാട് നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം ഒരു വീഡിയോ ഇടണമെന്ന് കരുതി ഞാൻ എടുത്തന്നേ ഉള്ളൂ. അപ്പോ ശരി, നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നാളെ എൻ്റെ കുട്ടികൾ മലയാളം പരീക്ഷ എഴുതാൻ പോവാണ്. അത് കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ഈ മാർച്ച് 26 വരെയും തിരക്കാണ്. അത് കഴിയുമ്പം വലിയ പണിയൊന്നുമില്ല. അപ്പം നമുക്ക് പിന്നെ റെഗുലറായിട്ട് വീണ്ടും വീഡിയോസിലൂടെ ഒക്കെ കാണാം. കുറേ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു ഗൈസ്. നമ്മളൊരു വലിയ വീഡിയോ എടുക്കാനോ അല്ലെ ഒരു വ്ളോഗായിട്ട് എടുക്കാനോ ഒന്നും അല്ല നമ്മൾ വന്നേ. വൈകുന്നേരം വരെ ജോലി സ്ഥലത്തുനിന്ന് വന്നിട്ട് കുറച്ച് പ്രഷറും നാളത്തെ പിള്ളേരുടെ പരീക്ഷ തുടങ്ങുന്നതിന്റെ കുറച്ച് ടെൻഷനും ഇവന്മാരൊക്കെ എന്ത് പോയി എഴുതി വെക്കുമെന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷനും ഒക്കെ ഉണ്ട്. അപ്പൊ കുറച്ചൊരു സമാധാനം വേണം, അതിനുവേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ കുറെ നാളായല്ലോ എടുത്തിട്ട്, എന്നാ പിന്നൊന്ന് വ്ളോഗ് ആക്കാമെന്ന് വെച്ചിട്ട് എടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വീഡിയോ അല്ല, ഷോർട്ട് വീഡിയോ ആണ്. മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ള അല്ലെ നമ്മുടെ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പൊ അതൊരു ആവർത്തന ഇതായിട്ട് കാണണ്ട. പക്ഷെ എങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു സൗന്ദര്യമാണ്. ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് വന്നൊരു 10 മിനിറ്റ് നിന്നാൽ നമ്മുടെ ഉള്ളിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്റെ ഒരു തോട്ടാണ്, ഞാൻ ചെയ്യുന്ന കാര്യമാണ്. എല്ലാവരുടെയും സന്തോഷം ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അവിടെ കുറച്ച് ആളുകൾ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് റോഡിലൊക്കെ അത്യാവശ്യം. നമ്മളിപ്പോ എന്തായാലും പോവുകയാണ് ഇവിടുന്ന്. എന്റെ കൈ കഴിക്കുന്നു, ഞാൻ ഈ സെൽഫി സ്റ്റിക്ക് ഒന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മളിപ്പോ എന്തായാലും പോവുകയാണ് ഇവിടുന്ന്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഒത്തിരിയും ദിവസമായില്ലേ കണ്ടിട്ട്, കുറേ ദിവസമായില്ലേ നിങ്ങൾ എന്നെ കണ്ടിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു വ്ളോഗ്, പിന്നെ എടുത്തു വെച്ച കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്ത് വരാനുണ്ട്. നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സ്റ്റാഫിന്റെ ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് വാഗമണ്ണൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഷോർട്സുകളൊക്കെ ഞാൻ അതിന്റെ ഇടയ്ക്ക് ടൈം കിട്ടിയപ്പോൾ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എന്തായാലും ഞാനത് വീഡിയോ ആയിട്ട് ഇടും, അപ്ലോഡ് ചെയ്യും. ടൈം കഴിഞ്ഞെങ്കിലും അത് ഇടും. കുറച്ച് താമസങ്ങൾ വന്നു, അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്തിട്ടിടും. അപ്പോ ഞാൻ അവിടെ നോക്കിയപ്പോ ഈ കിടക്കുന്ന അതെന്തോ ഒരു കുഴല് പോലെ കിടക്കുന്ന സാധനം, ഇരുമ്പിന്റെ ആണെന്ന് തോന്നുന്നു. അതിന്റെ മണ്ടയ്ക്കൊരു കിളി ഇരിക്കുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക്. ദൂരം കണ്ടപ്പോൾ അതിനൊരു ഭംഗി തോന്നി. അതിന് ഞാൻ ഇങ്ങോട്ടിങ്ങ് പോരുന്നതാണ്. അങ്ങേ സൈഡില് കാണിച്ചു തരാം. ആ ഭാഗത്ത് സൈഡിലായിട്ട് കുറച്ച് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ചെറിയ ഗ്രൗണ്ടൊന്നും അല്ല, ഒരു സൈഡ് പോലെ ഉണ്ട്. അവിടെ ഇങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അവിടെ കിടന്ന് അവർ ഓടുന്നൊക്കെ ചാടുന്നൊക്കെ ഉണ്ട്. അപ്പം ഇതിന്റെ അങ്ങേ സൈഡില് ആ ഭാഗത്ത് അമ്പലമുണ്ട്. കാരണം അവിടുന്ന് നമുക്ക് മൈക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്, പാട്ട്. അപ്പം ആ ഒരു ഭാഗത്ത്, ഇതിന്റെ തൊട്ട് ആ ഭാഗത്ത് തന്നെയാണ് പാറ്റൂർ കോളേജൊക്കെ സ്ഥിതി ചെയ്യുന്നതൊക്കെ. സോ മനോഹരമായ നമ്മുടെ കരിങ്ങാലി പുഞ്ചയിലെ ഒരു വൈകുന്നേരം, ഒരുപാട് നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം ഒരു വീഡിയോ ഇടണമെന്ന് കരുതി ഞാൻ എടുത്തന്നേ ഉള്ളൂ. അപ്പോ ശരി, നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നാളെ എൻ്റെ കുട്ടികൾ മലയാളം പരീക്ഷ എഴുതാൻ പോവാണ്. അത് കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ഈ മാർച്ച് 26 വരെയും തിരക്കാണ്. അത് കഴിയുമ്പം വലിയ പണിയൊന്നുമില്ല. അപ്പം നമുക്ക് പിന്നെ റെഗുലറായിട്ട് വീണ്ടും വീഡിയോസിലൂടെ ഒക്കെ കാണാം. കുറേ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.